ഭക്ഷണം കഴിക്കാതെ നമുക്ക് ഷുഗർ വരുമോ? ഇതാണ് ഈ അടുത്ത കാലത്ത് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ ഒഫീഷ്യലി ഔദ്യോഗികമായി അംഗീകരിച്ച ടൈപ്പ് 5 ഡയബറ്റിസ് മെലിറ്റസ്. അതിന്റെ വേറൊരു പേരാണ് മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ നമുക്കറിയാം ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ച് നമുക്കറിയാം. ടൈപ്പ് 1 നമുക്കറിയാം കുട്ടികൾക്കൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് വരുന്നത്. ടൈപ്പ് 2 നമുക്കറിയാം നമ്മൾ ഈ അമിത ആഹാരം, അതുപോലെ വ്യായാമമില്ലായ്മ, അങ്ങനെ നമ്മൾ ഒരുപാട് കാപ്സ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് വരുന്ന ഷുഗർ. പക്ഷെ ഇവിടുത്തെ കാര്യം വരുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മെലിഞ്ഞവർക്കൊക്കെ ഇത് വരാം. അതായത് ഒരു BMI 19 താഴെയുള്ളവർ, ഒന്ന് കുട്ടികൾ, അതുപോലെ അഡോളസൻസ്, കൗമാര പ്രായത്തിലൊക്കെ കുറെ കാലങ്ങളോളം ക്രോണിക് ആയിട്ട് മാൽന്യൂട്രീഷൻ ഉണ്ടാവും. അതായത് ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ ആ സമയം കുട്ടികൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ ഒക്കെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പാൻക്രിയാസ് ടിഷ്യൂന്റെ ഡെവലപ്മെന്റിനെ ഇത് ബാധിക്കുകയും ഇത് ഇൻസുലിന്റെ പ്രൊഡക്ഷനെ ബാധിക്കുകയും തൽഫലമായിട്ട് അത് നമുക്ക് ഷുഗർ, ഡയബറ്റീസ് ഉണ്ടാവാൻ കാരണമാവുന്നു എന്ന് പറയുന്നു. 1955 ജമൈക്കയിലാണിത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. പിന്നെ ഇപ്പം അവരുടെ റിസർച്ചേഴ്സ് പറയുന്നത് ഇപ്പോൾ ഏഷ്യയിൽ തന്നെ 20 ദശലക്ഷം ആൾക്കാർക്ക് മേലെ ഇത്തരത്തിലുള്ള ഷുഗർ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിലെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ വായിക്കാവുന്നതാണ്. താങ്ക് യു.